വെൽക്കം ടു ഡോക്ക് ആൻഡ് ടെക്. സാംസങ് ഈ അടുത്ത് ഒരുപാട് ഫോണുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയത് സാംസങ്ങിൻ്റെ സെഡ് ഫ്ലിപ്പ് എന്ന പുതിയ ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. ആ ഒരു ഫോൾഡബിൾ ഫോൺ നമുക്ക് ഹാൻഡ്സ് ഓൺ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇന്ത്യയിൽ 1,10,000 രൂപ വില വരുന്ന ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം നമുക്ക് ആദ്യം. സിക്സ് 6.7 ഇഞ്ച് ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആണ്. അത് ഫുൾ HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഫോൾഡബിൾ ആയിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റും. 1.1 ഇഞ്ച് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ സെക്കൻഡറി ഡിസ്പ്ലേ കൂടെയുണ്ട്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 8GB റാം, 256 GB UFX 3.0 വരുന്ന സ്പീഡ് കൂടിയ മെമ്മറി, 3100 mAh ആണ് ബാറ്ററി വരുന്നത്. അതിന് കൂടെ തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 2 12 മെഗാപിക്സൽ സെൻസേഴ്സ് വരുന്ന ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു 10 മെഗാപിക്സൽ സെൽഫി ഷൂട്ടറും 5 ഹോൾ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 855+ ആണ് പ്രോസസ്സർ വരുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. 7.2 മില്ലിമീറ്റർ തിക്നെസ് മാത്രം വരുന്ന ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 183 ഗ്രാംസ് ആണ്. മിറർ പർപ്പിൾ വേരിയൻ്റാണ് ഞങ്ങൾ ഹാൻഡ്സ് ഓൺ ചെയ്തത്. ഇതുകൂടാതെ തന്നെ ഒരു മിറർ ബ്ലാക്ക് കളർ കൂടെ വരുന്നുണ്ട്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മടക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് ഈ ഒരു മടക്കുന്ന ഡിസൈനാണ് ഈ ഒരു ഫോണിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന്. ഇത്രയും വില വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒറ്റ കൈയിലൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കാൻ ഭയങ്കര ഒരു പേടിയും ബുദ്ധിമുട്ടും ആയിരിക്കും നമുക്ക് മനസ്സിൽ. അപ്പോൾ ഒറ്റ കൈ വെച്ചൊക്കെ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് വലിയ റിസ്കി ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. സാംസങ്ങിൻ്റെ One UI 2 ഈ ഒരു ഫോൺ വർക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 10 ആണ് സോഫ്റ്റ്വെയർ വരുന്നത്. നമ്മൾ ഫോണിൻ്റെ ഓവറോൾ ഡിസൈൻ ബിൽറ്റ് നോക്കുകയാണെങ്കിൽ മുകളിലൊരു സെക്കൻഡറി മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോണാണ്. വലതുവശത്താണ് വോളിയം ബട്ടണും അതേപോലെ തന്നെ പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പവർ ബട്ടൻ്റെ കൂടെയാണ് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് സിം സ്ലോട്ട് വരുന്നത്. അതിനകത്തൊരു സിംഗിൾ സിം സപ്പോർട്ട് മാത്രമാണ്. സിംഗിൾ സിം നാനോ സിം ആണ് ഇതിൽ സ്യൂട്ടായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സിം സപ്പോർട്ട് കൂടെ കമ്പനി കൊടുക്കുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ല്, അതേപോലെ തന്നെ Type-C പോർട്ട് ചാർജിങ്ങിനായിട്ട്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊന്നും നമ്മൾ ഹെഡ്ഫോൺ ജാക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഡിസ്പ്ലേയിൽ ഒരുപാട് മാറ്റങ്ങൾ മുന്നേ നമുക്കറിയാം. 2019 ഒരു ഫോൾഡബിൾ ഫോൺ സാംസങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഗാലക്സി ഫോൾഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡിസ്പ്ലേയിൽ പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഗ്ലാസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗാലക്സി സെഡ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞ പുതിയ മോഡൽ വന്നപ്പോൾ ഒരു ഫോൾഡബിൾ ഗ്ലാസ് തന്നെ അവർ പിന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് എന്നുള്ള ഫീല് നമുക്ക് മാറി. ഇപ്പോൾ മുന്നേ നിങ്ങൾ ഫോൾഡ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമ്മൾ ടച്ച് കൊടുക്കുമ്പോൾ അതൊരു പ്ലാസ്റ്റിക്കിൽ ഉരക്കുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ ഈ ഒരു ഗാലക്സി സെഡ് ഫ്ലിപ്പിൽ വന്നപ്പോൾ നമുക്ക് ശരിക്ക് സാധാരണ ഫോൺ പോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ തൊടുന്ന ഫീലാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഡിസ്പ്ലേക്കകത്ത് തന്നെ ഒരു 5 ഹോൾ ക്യാമറ കൂടെ ഇപ്രാവശ്യം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഫോൾഡബിൾ ഫോണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹിഞ്ചസ്. അപ്പോൾ ഇതിൻ്റെ ഹിഞ്ച്, അതായത് നമുക്കറിയാം ഈ ഫോൾഡ് ചെയ്യുന്ന ഏരിയ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഗാലക്സി ഫോൾഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ ഈസിയുമാണ്. അതുപോലെ തന്നെ ഈ തുറക്കലും അടക്കലൊക്കെ ഇത്തിരി കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കിത് മനസ്സിലാവില്ല ശരിക്കും ഇത് പിന്നെ ഫോൾഡബിൾ ഫോണാണോ അല്ലേന്ന്. അത്രയും ഫിനിഷിങ്ങിൽ ആ ഒരു തുറന്നിരിക്കുമ്പോൾ അത്രയും ഒരു ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിങ്ങനെ മടക്കി വെച്ചുകൊണ്ട് പാതി മടക്കി വെച്ചുകൊണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് താഴത്തെ ഏരിയയിൽ മൾട്ടി ടാസ്ക് ചെയ്യാൻ സാധിക്കും. മുകളിൽ നമുക്ക് ക്യാമറ ഓണാക്കി താഴെ വാട്സപ്പ് ചാറ്റ് ചെയ്യുക,
അങ്ങനെ മൾട്ടി ടാസ്കിങ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് നമുക്കറിയാം നല്ല സ്ലിപ്പറി ആയിരിക്കും എപ്പോഴും. അപ്പോൾ കേസൊക്കെ ഇട്ടിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഒന്ന് താഴെ വീണ് നമുക്കറിയാം, ഒന്ന് സ്ലിപ്പായി താഴെ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാതി വിലയെങ്കിലും ഇതിൻ്റെ ഈ ഒരു ഫോൾഡബിൾ ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പാതി വിലയെങ്കിലും ഈ ഒരു ഡിസ്പ്ലേക്ക് ഉണ്ടാവും. അപ്പോൾ അത് പൊട്ടാതെ ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഗാലക്സി Z ഫ്ലിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫോൾഡബിൾ കൺസെപ്റ്റാണ്, ഒരു കുറച്ചുകൂടെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണാണ് എന്നതിലുപരി നമുക്ക് ഇവരുടെ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള S20 അൾട്ര വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഡ്യൂറബിലിറ്റി ആണെങ്കിലും പിന്നെ സ്പെക്സ് വൈസ് ആണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗാലക്സിൻ്റെ ഫോൾഡ് ചെയ്യാത്ത സാധാരണ S20 അൾട്ര ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഫോൾഡബിൾ ആയിട്ടുള്ളൊരു പുതിയ കൺസെപ്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ വാങ്ങണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു Z ഫ്ലിപ്പ് ട്രൈ ചെയ്യാം. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.